അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിലെ കാർ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, ഫസ്റ്റത്തെ നമ്മളിതിൽ നിങ്ങൾക്ക് നമ്മൾ ഉള്ളില്ലാത്ത വണ്ടികളൊക്കെ സ്കിപ്പ് അടിച്ച് വിടുന്നതായിരിക്കും. ആദ്യം ഒരു മൂട്ട വണ്ടി പയ്യെ സ്പീഡിൽ പറയും. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് കാർ ആയിരുന്നു. പക്ഷേ നമുക്കൊരബദ്ധം പറ്റി നമ്മൾ വേറൊരാളത് വിറ്റപ്പോൾ അറിയാതെ ഞാൻ എൻ്റെ കൈ തട്ടി വാങ്ങിച്ചു പോയി. പിന്നെ നമ്മൾ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ച്. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി, ഇതൊക്കെ പഴം വണ്ടിയാണ്. പിന്നെ നമ്മളെ തുടക്കം കിട്ടുന്ന വണ്ടി, ഇതെനിക്ക് അബദ്ധം പറ്റി പോയതാണ്. നമ്മൾ ഈ ആണി പോലെ കണ്ട ഈ നമ്മളാ ടയറിൻ്റെ അവിടുത്തെ ഒരു പോർഷൻ, അത് 65 കോയിന് 50 കോയിന് എന്തോ ആണ്. അതിന് 50 കോയിന് 65 കോയിനാണ്. അപ്പം നമ്മൾ അറിയാതെ ഞാൻ മണിയാണെന്ന് പറഞ്ഞ് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് നമ്മൾ ക്യാഷ് ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിച്ച്. പക്ഷെ അബദ്ധം പറ്റി. പിന്നെ ഇത് ഫ്രീ കാറായിരുന്നു. ഒരു പാവപ്പെട്ടവൻ ഈ വണ്ടി കൊണ്ട് വിൽക്കായിട്ട് അവൻ 29,000 അവൻ എത്രയും ഗതിയില്ലാത്തതുകൊണ്ട് വിൽക്കായിട്ട്. അപ്പം ഞാൻ വാങ്ങിച്ച്. പിന്നെ നമുക്ക് ഈ ഒരെണ്ണം, ഇതൊക്കെ ഞാൻ വെറുതെ മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് കുറേ പണി നടക്കുന്നേ ഉള്ളൂ. സഞ്ചരിക്കുന്ന തട്ടുകടയിൽ വെറുതെ അടിച്ചേക്കുന്നതാണ്. പിന്നെ ഒരു താറ് പോലത്തെ വണ്ടിയുണ്ട്. ഇതിലാണ് ഞാൻ ആദ്യം മൊത്തം ഓഫ് റോഡും ചെയ്ത് കാണിക്കുക. പിന്നെ നമുക്ക് വേറൊരു വണ്ടി കിട്ടി. ആ വണ്ടി ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഒരു മിനി കൂപ്പർ ഉണ്ട്, ഇതൊന്നും കൊള്ളൂല. പിന്നെ കുറച്ച് ഫ്രീ കാർസാണ്. ഇതൊക്കെ നമുക്ക് സ്കിപ്പ് അടിച്ച് വിടാവുന്നതേ ഉള്ളൂ. ഇത് പറയാം എന്ന് പറഞ്ഞാൽ, എനിക്ക് സ്പൈഡർ ബോയ്ന്നൊക്കെ അടിച്ചേക്കുന്നതേ, എനിക്ക് ആദ്യം ഒരു ഗോൾഫ് MK7 ഉണ്ടായിരുന്നു. ആ വണ്ടി ഞാൻ അറിയാതെ ഒരു അബദ്ധം കാണിച്ച് 9 ലക്ഷം രൂപയാണ്. ഗെയിം കളിക്കുന്നവർക്കറിയാം. ഞാൻ 9 കോടിക്ക് വയ്ക്കാൻ പോയിട്ട് അറിയാതെ 9 ഇട്ടിട്ട് ആദ്യത്തെ 0 അടിച്ചപ്പോൾ തന്നെ വണ്ടി കയ്യിൽ നിന്ന് പോയി. എനിക്കത് നല്ലൊരു വിഷമമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ അപ്പം പകരത്തിന് ഞാൻ ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ എനിക്ക് പൈസയൊന്നും ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരെണ്ണം, ഇത് നമ്മളൊരു ഹമ്മറാണ്, ഹമ്മുർ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ പല്ല് വേദനയാണ്. അതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിപ്പോണം. ഈ പല്ല് ഭയങ്കര വേദനയാണ്. പിന്നെ നമ്മളിത് ആഡ് 2 മോഡലിൽ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ്. ഇതൊരു വോൾസ്വാഗൻ്റെ ടൈപ്പ് വണ്ടിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ആടിൻ്റെ രീതിയിലോട്ട് ആക്കി വെച്ചേക്കുന്നതാണ്. വോൾസ്വാഗൻ്റെ വണ്ടിയാണ് വാൻ. പിന്നെ ഇതൊക്കെ അടിപൊളിയാണ്. കോംവിന്ന് അങ്ങനെ എന്താണ് ആ വാനിൻ്റെ വരുന്നത്. ഇതിൻ്റെ ആട് ഷാജി ഫഫൻ്റെ വണ്ടിയുടെ. പിന്നെ ഇത് കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റൂ. നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്, നല്ല സ്പീഡുണ്ട്. ബട്ട് നമ്മൾ മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ തട്ടിക്കൂട്ടി അടിച്ച് വിട്ടതാണ് ഈ മോഡിഫിക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് സൂപ്പർ. ഇതൊക്കെ നല്ല ഞാൻ പോൾ വാക്കറിൻ്റെ പോലെ മോഡിഫൈ ചെയ്ത് വന്നതാണ്. പിന്നെ ഇനിയും നമുക്കിത് വർക്ക് നടക്കുന്നുണ്ട്. ഞാനിതൊരു യൂട്യൂബറിനൊക്കെ ചെയ്തതാണ്. അവ ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ വർക്കിനെയും ചെയ്യും, അതാണ് കാര്യം. ഇനി ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷറി കാർ, ഈ ഒരു പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നെ ഒരു കഥയുണ്ട് കേട്ടോ. ഞാൻ ആദ്യം നമ്മളതായത് 29,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചില്ല ഒരു വണ്ടി. ആ വണ്ടിയുമായിട്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കി. പക്ഷേ അവൻ സമ്മതിച്ചില്ല. അവൻ 5 ലക്ഷത്തിന് ഇത് വണ്ടി കൊടുക്കും. അപ്പോൾ അവൻ ഇങ്ങനെ ഒരു വർഷത്തേക്ക് കൊണ്ട് ഇട്ട് പെട്ടെന്ന് എൻ്റെ കൈ തട്ടി വന്നു. 5,000 രൂപയ്ക്ക് വണ്ടി വീണ്. ഞാൻ അപ്പം ഇങ്ങനെ വാങ്ങിച്ച വണ്ടി അപ്പം തന്നെ എനിക്ക് കിട്ടി. ഇതൊരു പാട്ട വണ്ടി ആയിരുന്നു ആദ്യമൊക്കെ. ഒരു പ്രൈൻറ്റും ഇല്ലാതെ വെറുതെ ബ്ലാക്ക് അടിച്ച് തന്നു. ഞാനാണ് പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയ. പിന്നെ ഇതൊരു വെർട്ടസാണ്. വെർട്ടസ് പോലത്തെ പറഞ്ഞാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. നല്ല രസമുണ്ട്, നല്ല പെർഫോമൻസിലുണ്ട്. പിന്നെ ഇത് നമ്മളെ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ ഒരു സ്പെക്കിൽ ഞാൻ ചെയ്തെടുത്തൊരു BM ആണ്. ഇതൊക്കെ റിയൽ മണി കാറുണ്ടല്ലേ ഗെയിമിൽ, റിയൽ മണി കാർ. ഈ റിയൽ മണി കാർസൊക്കെ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചാണ് ഗൈസ്. അതിപ്പോൾ ഞാൻ പറയാതിരിക്കാം, എല്ലാ യൂട്യൂബർമാരും ഇങ്ങനെ തന്നെ ഗൈസ് റിയൽ മണി കാർസൊക്കെ എടുക്കുന്ന. എന്നിട്ട് ചിലർ തള്ളിവിടും, അങ്ങനെയാണ് ഒരു പരസ്യം ഇടുന്നത്. പക്ഷെ ചില യൂട്യൂബർമാർ മാത്രം പൈസ കൊടുത്തിടും. ബട്ട് ചിലരൊക്കെ വന്നു മറ്റേ തമിഴ് ഹിന്ദി യൂട്യൂബർമാരൊക്കെ പകുതി പേരും ഈ വണ്ടിയൊക്കെ ഗീവ് അവേ കൊടുക്കും. അതൊക്കെ ഈ ട്രിക്ക് ഉപയോഗിച്ചെടുത്താണ്. എനിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം ഈ വണ്ടി ഗീവ് അവേ. എന്നിട്ട് എനിക്കും വീണ്ടും ട്രിക്ക് ഉപയോഗിച്ച് ഈ വണ്ടി എടുക്കാം. അപ്പോൾ വെറും സാധാരണമാണ്. ഒരു ആരും മണി കൊടുത്തല്ല, എല്ലാം ട്രിക്ക് ഉപയോഗിച്ചാണ് എടുക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ആ ട്രിക്ക് എന്തോന്നാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ അറിയണമെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടണം നിങ്ങൾ. മിനിമം ഒരു 10 കമൻറ്റെങ്കിലും നമുക്ക് വേണം. എങ്കിൽ നമ്മൾ ആ ട്രിക്കിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. കമൻറ്റ് അല്ലെങ്കിൽ വീഡിയോക്ക് നല്ല റീച്ചും കിട്ടണം. റീച്ച് കിട്ടിയാലും മതി.
നമ്മൾ എങ്കിലും ആ വീഡിയോ ഇടും. നല്ല ലൈക്കും വേണം. ആ ട്രിക്ക് എന്താണെന്നാണ് പറയാൻ. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി നല്ല ക്ലാസിക് വണ്ടിയാണ്. ഇത് നമുക്ക് പിന്നെ ഇതിന് ഞാൻ എടുത്ത ഒരു രസമാണ് ഉള്ളതുകൊണ്ട് ഇത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ആ മോഡിഫിക്കേഷൻ വെറുതെ അപ്പോൾ തട്ടിക്കൂട്ടി ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ ഈ ഒരു വണ്ടി ഗൈസ്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നവർക്ക് 2 ഭാഗ്യശാലികൾ നമ്മൾ സെലക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരാൾ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ടാൽ അവർക്കിതാ ഒന്നിലേക്ക് കിയയുടെ വണ്ടി അല്ലെങ്കിൽ ഇത് കൊടുക്കും, നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ 2 പേര് ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്ന 2 പേർക്ക് കിട്ടും. ഇപ്പോൾ കുറേ കമൻ്റ് ഇട്ടാൽ നമ്മൾ ലോട്ട് എഴുതിയിട്ടിട്ടായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടി നേരെ കൊണ്ടുവരും, 1 രൂപയ്ക്ക് സെയിൽ ചെയ്യായിടും. അപ്പൊക്കെ വാങ്ങിക്കുന്നവർ വാങ്ങിക്കും. ഇങ്ങനെ നമ്മൾ വീഡിയോ കണ്ട് ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നവർക്ക് മാത്രം നിങ്ങളെ യൂട്യൂബിൽ ഐ ഡിയും കൂടെ നമ്മൾ പറഞ്ഞു തന്നാൽ നമ്മൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന നിങ്ങൾക്ക് കുറേ കമൻ്റ് ഇട്ടാൽ നമ്മളിപ്പോൾ കൊണ്ടുവന്ന് നിങ്ങൾ ഐ ഡിയും ഗെയിമിൻ്റെ നെയിമും കൂടെ പറഞ്ഞാൽ മതി, നമ്മളിപ്പോൾ വണ്ടി തരും. പിന്നെ ആദ്യത്തെ ഭാഗ്യശാലിക്കുള്ളതാണ് ഈ കിയ. ഇത് നമ്മൾ ആദ്യത്തെ ഭാഗ്യശാലിക്ക് കൊടുക്കും. ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്ന ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നവർക്ക് ഈ കിയ കൊടുക്കുക, റെഡ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നവർക്ക് നമ്മളിതാ ഈ ഒരു സുബറുവിൻ്റെ ഈ ഒരു വണ്ടി കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരു ബെൻസാണ്, അതൊക്കെ കിണ്ണം ബെൻസാണ്, നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്കൊരു ഗോൾഫാണ്. ഇതാണ് ഞാൻ അത് പോയിന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്കുള്ളതാണിതാ ഈ ഗെയിമിൽ എല്ലാവരുടെയും ഡ്രീമായിട്ടുള്ളൊരു വണ്ടിയാണ് ഗൈസ്, ഇത് X7. ഇത് നമ്മളതിലുണ്ട്. പിന്നെ M2 BMW, ഇതൊക്കെ റിയൽ മണിയാണ്. ഇതൊക്കെ നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് എടുത്തതാണ്, റിയൽ മണിയൊന്നും കൊടുത്തിട്ടില്ല. ട്രിക്ക് എനിക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻ്റ് ഇടണം, നിങ്ങൾക്ക് അറിയണം എന്നിടണം. പിന്നെ നമ്മൾ ഈ ഒരു നമ്മളൊരു M4 ആണ് BMWൻ്റെ. പിന്നെ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് എൻ്റെ കളക്ഷനിൽ. ഇന്ന് ഇത് ചെയ്തേ ഫേവറേറ്റ്സിലോട്ടാക്കാൻ മറന്നുപോയി. പക്ഷേ റൊണാൾഡോയുടെ ഒരു ഇതാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു എഡിഷൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മസ്താങ് ഉണ്ട്, ഇതൊന്നും മോഡിഫൈ ചെയ്യില്ല. പിന്നെ ഒരു ബെൻസ്, ഇതൊക്കെ നമ്മൾ വെറുതെ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളെ കസിൻ നമ്മളെ സൂക്ഷിക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ ഇതേപോലെ കുറേ കസിൻ സൂക്ഷിക്കുന്ന 2-3 വണ്ടിയുണ്ട്. പിന്നെ നമ്മളൊരു ഒരു പോർഷെ, ഇതൊക്കെ അടിപൊളി സാധനമാണ്. പിന്നെ നമുക്കുള്ള ഒരു i8 ആണ്, ഇതൊക്കെ നമ്മൾ ട്രക്ക് ഉപയോഗിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ഇത് മിക്കവാറും ഞാൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ വണ്ടിയുടെ ലോറിയുടെ ആ ഒരു രീതിയിലോട്ടാക്കി എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പണിയൊക്കെ ഇപ്പോൾ തീരും എപ്പോഴെങ്കിലും. നമ്മളിപ്പോൾ തുടങ്ങാൻ വേണ്ടിയുള്ള ഫണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് നമ്മളൊരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറ, വേണ്ടെങ്കിൽ നമ്മൾ ഇടൂല ഗൈസ്, നിങ്ങളെ ഇഷ്ടമാണ് നമ്മളെ ഇഷ്ടം. പിന്നെ ഇത് മറ്റേ കാട്ടുപൂലി പോലെ അലിയുടെ ആ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിമിൽ. അപ്പം തന്നെ കാട്ടുപുലി എന്നുള്ള വരി കേട്ടപ്പോൾ ഞാൻ കുറേ നാളായി ചെയ്തിട്ട് ഞാൻ പണ്ടെൻ്റെ ഒരു ഇതിന് ഞാൻ മാത്തൻ എന്നൊക്കെ എന്തൊക്കെ പേരൊക്കെ ഇട്ടൊരു ബസ്സിറക്കിയായിരുന്നു, കാട്ടുപുലി എന്നൊക്കെ എഴുതിയിട്ട്. ഒന്നിനും കൊള്ളൂല, നമ്മൾ വെറുതെ ആ സമയത്ത് ഞാൻ ഇതിനങ്ങ് ചെയ്തതാണ്. പിന്നെ നമുക്കൊരു ഇതാണ് BMW, ഇതൊക്കെ നമ്മൾ ട്രക്ക് ഉപയോഗിച്ചെടുത്താണ്, റിയൽ മണിയാണ്. പിന്നെ ഒരു ഔഡി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു BMW ഒരു SUV ടൈപ്പ് വണ്ടിയാണ്. ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്, ഈ ഒരു വണ്ടിയുടെ. പിന്നെ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റിൽ ഒരെണ്ണമാണ് ഗൈസ് ഈ ഗെയിമിലെ കളക്ഷനിൽ തന്നെ. ഗോഡി ഡ്രിഫ്റ്റ് കിങ് ടീം എന്നൊക്കെ നമ്മൾ X എന്നൊക്കെ അടിച്ച് പൊളിച്ച് നല്ല കിണ്ണനായിട്ട് മോഡിഫൈ ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. ഇത് പൊളി എന്ന് പറഞ്ഞാൽ പൊളി, അത്രേ പറയാവുള്ളൂ, ഒന്നും പറയാനില്ല വേറെ. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണെന്നാണ് തോന്നുന്നത്. VMൻ്റെ വലിയൊരു ഐഡിയ ഇല്ല, ഇത് ഇലക്ട്രിക് തന്നെ തോന്നുന്നത്. ഇത് ഇലക്ട്രിക് തന്നെയാണ്, പച്ച നമ്പർ പ്ലേറ്റും കൂടെ വയ്ക്കണം ഇനി. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതൊക്കെ അടിപൊളി സാധനമാണ്, നല്ല രസം ഓടിക്കാനൊക്കെ ഒരു കംഫർട്ടാണ്. ഈ ഗെയിമിൽ എല്ലാവരുടെയും ഡ്രീമായിട്ടുള്ളൊരു വണ്ടിയാണ് അടുത്തത്. നമ്മളെ M5. എൻ്റെ പൊന്നു, ഞാനിത് ആഗ്രഹിച്ച എനിക്ക് അത്രയ്ക്ക് ഗെയിമിൽ M5 വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു.
ലാസ്റ്റ് നമ്മൾ M5 ഒക്കെ ഞാൻ ഓടിച്ച് കാണിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായി. ഇപ്പം ഞാനിതൊക്കെ ട്രിക്ക് ഉപയോഗിച്ചെടുത്തതാണ്. അതൊക്കെ റിയൽ മണിയാണ്. പിന്നെ ഈ ഒരു ബെൻസ് ഇതൊക്കെ എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ട്രിക്ക് ഉപയോഗിച്ചെടുത്തതാണ്. ഇത് നമ്മളെ കസിൻ നമുക്ക് സൂക്ഷിക്കുന്ന ഒരു ഡോഡ്ജാണ്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫൻഡർ എനിക്കൊരു യൂട്യൂബർ ഗീവ് അവേ തന്നെയാണ് ഗൈസ്. ഒരു ഗീവ് അവേ കിട്ടിയ ഐറ്റമാണ് ഇതിൻ്റെ. അത് മറ്റേ ഗീവ് അവേ തന്ന യൂട്യൂബർ മറ്റേ YT Pro ഗെയിമർ ഉണ്ടല്ലോ ഗൈസ്, അദ്ദേഹമാണ് എനിക്കിത് ഗീവ് അവേ ചെയ്തത്. പിന്നെ നമുക്കൊരു ബ്രോങ്കോ ഉണ്ട് ഫോർഡ് തന്നെ തോന്നി ബ്രോങ്കോ ഏതോ ഒരു ബ്രാൻഡിൻ്റെ ബ്രോങ്കോ ഉണ്ട് എന്തായാലും നമ്മളതിൽ. പിന്നെ നമ്മളതിൽ ഇതൊരു കിണ്ണം കാച്ചി ഐറ്റമാണ്. ഇത് നമ്മൾ ഓൾഡ് മോഡൽ LC എടുത്തിട്ട് ഞാൻ ഫുള്ള് നമ്മൾ പജേറോടെ സ്പെക്കിലോട്ടാക്കി എടുത്തേക്കുന്നതാണ്. കിണ്ണം കാച്ചി ഐറ്റമാണിത്. പിന്നെ ഒരു ഹൈലക്സ് എനിക്കുണ്ട്. ഇത് വെച്ചാണ് ഞാൻ ഓഫ് റോഡൊക്കെ ഈ പജേറോ വെച്ചാണ് പോണത്. ഹൈലക്സ് ഒക്കെ ഞാൻ വെറുതെ എടുത്തിട്ടേക്കുന്നതാണ്. ഇത് ഞാൻ എൻ്റെ കസിന് കൊടുക്കും ഗൈസ്, ഗിഫ്റ്റായിട്ട് കൊടുക്കും. പിന്നെ ഇതെനിക്ക് എൻ്റെ കസിൻ സൂക്ഷിക്കാൻ തന്നതാണ്. ഇതും ഞങ്ങൾ വിചാരിക്കും ഇപ്പോൾ എല്ലാത്തും കസിൻ സൂക്ഷിക്കാൻ തരുന്നതെന്ന്. നമ്മളൊരു ആവശ്യത്തിന് പെട്ടെന്ന് എനിക്ക് തന്ന് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഞാനൊരു കസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നതാണ്, ഇന്ന് കൊടുക്കും. അപ്പോൾ ഗൈസ് പിന്നെ ഈ ഒരു GTR അതൊക്കെ ട്രക്ക് ഉപയോഗിച്ചെടുത്തുകൊണ്ടാണ് ഈ ഒരു കാലത്ത് ഇരിക്കുന്നത്. പിന്നെ അടുത്തത് ആസ്റ്റൺ മാർട്ടിനാണ്. ഇതൊരു കൊള്ളാം, നല്ല രക്ഷയില്ല, നല്ല ലുക്കുള്ള വണ്ടിയാണ്. പിന്നെ ഒരു റോൾസ് റോയ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് പോലീസിൻ്റെ എഡിഷൻ വണ്ടിയാണ് കേട്ടോ. അതെങ്കിൽ ഞാൻ ശബ്ദം ഇപ്പോൾ കേൾപ്പിച്ചു തരാവേ. ഇത് കിഡിലെ ഐറ്റമാണ് ഗൈസ്. ഇത് കിട്ടിയപ്പോൾ മറ്റേ ഗുണ്ടം സ്ട്രൈക്കിൻ്റെ ഒരു എഡിഷനായിരുന്നു. മറ്റേ ഗുണ്ടം സ്ട്രൈക്കില്ലേ, അതിൻ്റെ ഒരു എഡിഷനാക്കി ആരോ പണിഞ്ഞാണ്. ഇത് നമ്മളെ ട്രിക്ക് ഉപയോഗിച്ച് കിട്ടിയതുകൊണ്ടാണ് അതിൻ്റെ ഒരു എഡിഷൻ ഈ പണിത് വെച്ചിരുന്ന വണ്ടിയാണ്. ഞാൻ എടുത്ത് ഫുൾ മാറ്റാക്കി ഒരു ഭയങ്കര ക്ലീൻ സ്പെക്കിലാക്കിയിട്ടുണ്ട്. ഗുണ്ടം സ്ട്രൈക്കിൻ്റെ ഒരു എഡിഷൻ ഞാൻ വേണമെങ്കിൽ സൈഡിൽ ഞാൻ കാണിക്കും. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടില്ല, കണ്ണാപ്പി ലുക്ക്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജീപ്പ് കോമ്പസ്. പിന്നെ നമ്മളുടെ ഒരു ഫ്ലൈയിങ് ബെൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ബെൻസ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഒരു ബുഗാട്ടി, ഇതൊക്കെ എൻ്റെ കസിന് സൂക്ഷിക്കാൻ തന്നെയാണ്. കസിൻ തീ അറച്ചാണ് ഗെയിമിൽ, അപ്പോൾ എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി തൽക്കാലം തന്നേക്കുന്നതാണ്. പിന്നെ ഈ ഒരു ബുഗാട്ടി, ഇതൊക്കെ കിണ്ണം കാച്ചി ബുഗാട്ടിയാണ്. അയ്യോ നമ്മളൊരു വണ്ടി മിസ് ചെയ്തു പോയി കേട്ടോ, ഫോണീസൊക്കെ റെഗയാണ്. ഇതൊക്കെ പെവറാണ് ഗെയിമിൽ. പിന്നെ ഇതൊരു മെക്ലാരനാണ്. ഇതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റൂ. ഞാൻ അങ്ങോട്ട് ഓടിച്ച് നോക്കിയില്ല, ജസ്റ്റ് കിട്ടിയപ്പോൾ ആദ്യം ഒന്ന് ഓടിച്ചു. വലിയ സുഖം എനിക്ക് തോന്നിയില്ല, ഈ വീലയില്ല. ഇതൊക്കെ ഞാൻ ട്രിക്ക് ഉപയോഗിച്ചെടുത്തതുകൊണ്ടാണ് ആരൊക്കെയോ എന്നൊക്കെ ടയറിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രിക്ക് ഉപയോഗിച്ചെടുത്തവന്മാർ. പിന്നെ ഇത് കുഴപ്പമില്ലാത്തൊരു കൊണീസക്കാണ്. പിന്നെ നമുക്കൊരു പഗാനി വന്നിട്ടുണ്ട്. ഇത് കൊണീസക്ക് ജസ്കോയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു പഗാനി വന്നിട്ടുണ്ട്, പഗാനിയൊക്കെ കിണ്ണൻ. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു പോർഷയുടെ ഒരു പഴയ റേസിംഗ് കാർ ടൈപ്പ് വണ്ടിയാണ് പോർഷയുടെ. പിന്നെ ഉള്ളത് ഇതൊക്കെ കലക്കനായിട്ടുണ്ട്. ഇതൊക്കെ റിയൽ മണിയാണ്. റിയൽ മണി എന്ന് പറഞ്ഞാൽ റിയൽ മണി ഇത് റിയൽ മണിയാണ്, ട്രക്ക് ഉപയോഗിച്ചെടുത്തതാണ് നമ്മൾ. പിന്നെ നമ്മളിപ്പോൾ ഒരു കസിന് കൊടുക്കാൻ മുള്ളത് ഈ ഒരെണ്ണം, ഈ ഒരു പച്ച, ഇത് റിയൽ മണി കാറാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലല്ലോ, നമ്മളിപ്പോൾ ഏതായിരുന്നു കാണിച്ചുകൊണ്ടത് F1 ഈ ഒരു F1 ഈ ഒരു F1 ഇതൊക്കെ റിയൽ മണിയാണ്. 890 രൂപയാണ് ഗെയിമിലെ വില. ഇതൊക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മളതിലുണ്ട്. ഇതൊക്കെ നമ്മൾ ട്രക്ക് ഉപയോഗിച്ചെടുത്തതാണ്. ഇതും നമ്മൾ ട്രക്ക് ഉപയോഗിച്ചെടുത്തത്. ഇതിനൊക്കെ 500 സ്പീഡൊക്കെ കയറും കേസ്. ഇത് നമ്മൾ ഇനിയിപ്പോൾ നല്ല ലെങ്ത് ആയിട്ടുണ്ടാവുകൊണ്ട് M5ൻ്റെ ഡ്രൈവിംഗ് ഒക്കെ നമ്മൾ ഇനി വരും വീഡിയോയിലൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരെണ്ണം, ഇത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ ട്രക്ക് ഉപയോഗിച്ചെടുത്തുകൊണ്ട് വണ്ടി നോക്കിയ പോലും പെട്ടെന്ന് എടുത്താണ്. പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചേക്കണം കേസ്, അടിപൊളി സാധനമാണ്, നല്ല സ്പീഡൊക്കെ കിട്ടും. പിന്നെ നമുക്കുള്ള ഒരു റാം 7 days നമ്മളിങ്ങനെ റിവാർഡ് ക്ലെയിം ചെയ്ത് പോയാൽ കിട്ടുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റൂ. പിന്നെ ഇതൊരു ബെൻസ്. ഞാൻ പണ്ട് എനിക്ക് വേറെ ഒരു വണ്ടി ഇല്ലാത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ കൊണ്ട് നടക്കുന്ന ഒരെണ്ണമായിരുന്നത്. അപ്പോൾ നമ്മൾ കാർ കളക്ഷനൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ബൈ ബൈ, സീ യു.